ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലെ സപ്പോട്ട മരം കായ്ച്ചു നിൽക്കുന്നതാണ്ടായി കാണുന്നത്. ഇപ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. സപ്പോട്ടയാണെങ്കിൽ വഴിയിലേക്ക് വളർന്നിട്ട് അത് നാട്ടുകാർക്ക് ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വരെ വന്ന് ചോദിച്ച്, മക്കളെ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് വെച്ചൂടെ, പിള്ളേർക്കെങ്കിലും തിന്നൂടെയെന്ന്. അതുകൂടി കേട്ടപ്പോൾ എന്തായാലും സപ്പോട്ട മൊത്തം ഇന്ന് തന്നെ പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഈ സപ്പോട്ട എന്ന് പറയുന്ന സാധനം അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് അങ്ങനെയല്ല കേട്ടാ. ഇത് പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെക്കുന്നത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അവന്മാർ തന്നെ ഓരോന്നോരോന്നായി വന്നിട്ട് എടുത്ത് തിന്നോളൂ. ചില സമയത്ത് സപ്പോർട്ടയ്ക്ക് വേണ്ടിയിട്ട് അടി വരെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി അത് സഹായിക്കാൻ വന്നോളൂ കേട്ടോ. പിള്ളേരൊക്കെ അതേ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കണണ്ട. അപ്ഷരം എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവരും ചോദിക്കാണ്ട് എന്നെ സഹായിക്കാനായിട്ട് ഇറങ്ങിക്കോളും. ഇപ്രാവശ്യം സപ്പോർട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന മരങ്ങളും നല്ലോണം കായ്ച്ചിട്ടുണ്ട്. ദേ മാവ് നല്ലോണം കായ്ച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ റംബൂട്ടാൻ നല്ലോണം പൂത്തിട്ടുണ്ട്. അതൊരു മെയ് മാസം ആവുമ്പോഴേക്കും ആവുള്ളൂ. ജാതിക്ക നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചാമ്പയ്ക്ക നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ വാടിക്കൊഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ കേടായിട്ട് വാടി കൊഴിഞ്ഞു പോവില്ലേ, അതുപോലെ ഇങ്ങനെ വീണ് പോവുകയാണ്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, അതൊരു മഴക്കാലം ആകുമ്പോഴേക്കും ഉണ്ടാവുള്ളൂ. പിള്ളേരെ മൊത്തം സന്തോഷം നോക്കി. സപ്പോട്ടയുടെ കൂട്ടത്തിൽ ഇത് അത്യാവശ്യം മുരിങ്ങക്കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സപ്പോട്ടയും മുരിങ്ങക്കായും ഒരുമിച്ച് വളർന്ന് നിൽക്കുന്ന കാരണം പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റ ബൈ ബൈ, സീ യു.